മനുഷ്യരുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ച വ്യാജ വിഗ്രഹങ്ങളെ പിന്തുടരരുതെന്ന് ബൈബിൾ പറയുന്നു. അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ പ്രതിമയായ ഹനുമാന്റെ 90 അടി ഉയരമുള്ള പ്രതിമ ഈയിടെ സ്ഥാപിച്ചു. യുഎസിലെ മതപരമായ ജനസംഖ്യാശാസ്ത്രത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതായി ഇത് അടയാളപ്പെടുത്തുന്നു. ക്രിസ്ത്യാനികളായി തിരിച്ചറിയുന്ന അമേരിക്കക്കാരുടെ അനുപാതത്തിൽ കുറവുണ്ടായതായും സർവേകൾ കാണിക്കുന്നു. പല മുസ്ലിം രാജ്യങ്ങളിലും ഇന്ന് വിഗ്രഹാരാധന നടക്കുന്നു. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പലരും അന്യദേവനെ ആരാധിക്കുന്നവരും നിരീശ്വരവാദികളുമായിക്കൊണ്ടിരിക്കുന്നു. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ മനുഷ്യന്റെ ദുഷ്ടതയും ദൈവത്തിനെതിരായ മത്സരവും കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രവചനം പോലെ ആളുകൾ ഇപ്പോഴും ദൈവത്തിനെതിരെ മത്സരിക്കാനും സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച വ്യാജ വിഗ്രഹങ്ങളെ പിന്തുടരാനും തീരുമാനമെടുക്കുന്നു. എന്നാൽ ഈ ബാധകളാൽ കൊല്ലപ്പെടാത്ത ശേഷിച്ച മനുഷ്യർ ഭൂതങ്ങളെയും കാൺമാനും കേൾക്കാനും നടക്കാനും കഴിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം എന്നിവ കൊണ്ടുള്ള വിഗ്രഹങ്ങളെയും ആരാധിക്കാതിരിക്കാൻ തങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ വിട്ടു മാനസാന്തരപ്പെട്ടില്ല. അന്ത്യനാളുകളിലേക്ക് നാം നീങ്ങുമ്പോൾ ആളുകൾ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു. അവർ വശീകരിക്കുന്ന ആത്മാക്കൾക്കും ഭൂതങ്ങളുടെ ഉപദേശങ്ങൾക്കും ശ്രദ്ധ നൽകും. ദുഃഖകരമെന്നു പറയട്ടെ, ഇന്നത്തെ ലോകത്ത് ഇത് വർദ്ധിച്ചുവരുന്ന കാഴ്ചയാണ്. ദൈവം അരുളി ചെയ്യുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതു. ഒരു വിഗ്രഹം ഉണ്ടാക്കരുതു. മിതെ സ്വർഗ്ഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കു കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെ പ്രതിമയും അരുതു. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതു.